ഹലോ. നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന കാൽക്കുലേറ്റർ ഇല്ലേ, ആ കാൽക്കുലേറ്റർ ഞാൻ നേരത്തെ കമൻറ്റ് ചെയ്തായിരുന്നു. ഒന്നും കൂടി അൺകമൻറ്റ് ചെയ്യട്ടെ. ഞാനിപ്പോൾ അത് എല്ലാം കൂടി ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കമൻറ്റ് റിമൂവ് ചെയ്യാനായിട്ട് കൊടുത്തത് കൺട്രോൾ പിന്നെ നമ്മുടെ ഷിഫ്റ്റിൻ്റെ സൈഡിലൊരു സ്ലാഷ് ഉണ്ടല്ലോ, അതിലാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോഴാണ് കമൻറ്റ് ആവുന്നത്, കമൻറ്റും അൺകമൻറ്റും ആവുന്നത്. ഓക്കെ ആണേ. അപ്പോൾ നമ്മുടെ ഈ കാൽക്കുലേറ്റർ ഇല്ലേ, ഈ കാൽക്കുലേറ്റർ എന്ത് ചെയ്യും? ഫസ്റ്റ് നമുക്ക് മെനു കാണിക്കും, എന്നിട്ട് എന്താണ് ഓപ്ഷൻ, എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻ അനുസരിച്ച് നിങ്ങളുടെ 2 നമ്പർ ചൂസ് ചെയ്യാൻ പറയും. ആ 2 നമ്പറിനുള്ള ഓപ്പറേഷൻ എന്താണോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അത് ചെയ്ത് തരും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രോഗ്രാം അവിടെ വെച്ച് എൻഡ് ആവും. പക്ഷെ നമ്മുടെ കാൽക്കുലേറ്റർ എങ്ങനെയാണോ വർക്ക് ആവുന്നത്? നമ്മൾ ഒറ്റ തവണയാണോ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നത്? അല്ല, വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. റിപ്പറ്റേറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കാം? ഈ മെനു വന്ന് നമ്മൾ ഏതാണ് ഓപ്ഷൻ എൻ്റർ ചെയ്യാനുള്ളതെന്ന് ചോദിക്കണം, വീണ്ടും എൻ്റർ ചെയ്യണം, അങ്ങനത്തെ രീതിയിൽ വർക്കാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ കൊണ്ടുവരും? ലൂപ്പ് കൊണ്ടുവരും അല്ലേ? ലൂപ്പല്ലേ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ലൂപ്പ് കൊടുത്താൽ എന്ത് പറ്റും? ഈ സംഭവം വീണ്ടും വീണ്ടും വർക്കായിക്കൊണ്ടിരിക്കും. അതിന് ബെസ്റ്റ് ആളെന്ന് പറയുന്നത് നമ്മളെ കൗതുകം കൂടിയ ആളല്ലേ. കൗതുകം കൂടിയ ആരാണ്? ഡു വൈൽ ലൂപ്പ്. ആദ്യം ഒരു തവണ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? യൂസറിൻ്റെ അടുത്ത് ചോദിക്കും, എടാ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? കണ്ടീഷൻ ട്രൂ ആയിട്ട് തന്നെ നിർത്തിയിട്ട് വീണ്ടും വീണ്ടും ഇത് വർക്കാവും. സോ ഇതിൽ വരുന്ന ഇംപ്ലിമെൻറ്റേഷൻ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എന്തുതൊട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം? ഈ വെൽക്കം ടു കാൽക്കുലേറ്റർ തൊട്ടേ റിപ്പീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ എവിടെയാണ് ഡു പ്ലേസ് ചെയ്യാനുള്ളത്? അതിന് മുൻപായിട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഏതുവരെ പോകണം? ഈ കോഡ് തീരുന്നത് വരെ പോകണം. ഇതല്ലേ സ്വിച്ച് കേസ് വരെ അല്ലേ പോകുന്നത്? ഓക്കെ, എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അത് ഒരു വാലിഡ് ആയിട്ടുള്ള രീതിയാണ്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് വേറെ രീതി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടീഷൻ കൊടുത്തിട്ടില്ലേ, ഇതൊക്കെ ഓട്ടോ സജഷൻ വരുന്നതാണ്. ഇത് സ്വിച്ചിൻ്റെ അല്ലേ? സ്വിച്ചിൻ്റെ. ഓക്കെ, സ്വിച്ചിൻ്റെ ആണ്. ഓക്കെ, സ്വിച്ച് കേസ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? യൂസറിൻ്റെ അടുത്ത് ചോദിക്കും, പ്രിന്റ് എഫ് ഡു യു വാണ്ട് ടു കണ്ടിന്യൂ 1 for yes ആൻഡ് 0 for no. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യാം, ആയിക്കോട്ടെ. അപ്പോൾ യൂസറിൻ്റെ അടുത്ത് ഞാൻ ഇതെല്ലാം കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുകയാണ്. 1 എൻട്രി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം. 0 എൻട്രി ചെയ്താൽ അതൊരു നോയാണ്, ഇവിടെ വെച്ച് എൻഡ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യും? യൂസറിൻ്റെ അടുത്തുനിന്ന് റീഡ് ചെയ്തെടുക്കുന്നു. അതിന് പുതിയൊരു വേരിയബിൾ കൊണ്ടുവരണം, കാരണം അല്ലെങ്കിൽ രണ്ടും കൂടി പ്രശ്നമായി. അവിടെ എറർ വന്നത് എന്തുകൊണ്ടാണ്? എക്സിറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അതിന് എന്ത് ചെയ്യുക? എക്സിറ്റ് എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? വൈൽ നമ്മുടെ കണ്ടീഷൻ എന്താണെന്നാണ്? എക്സിറ്റ് എന്ന് പറയുന്ന പുള്ളി ഈക്വൽ ടു 1 ആയിരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യണം? ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എക്സിറ്റിൻ്റെ വാല്യൂ എപ്പോൾ 0 ആവുന്നോ അപ്പോൾ ലൂപ്പിനെ എന്ത് ചെയ്യുക? എൻഡ് ചെയ്യിക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആകെ എന്ത് ചെയ്തു? എല്ലാത്തിനും തുടക്കത്തിൽ എന്ത് ചെയ്തു? ഒരു ഡു എന്ന് പറയുന്ന സാധനം കൊണ്ട് പ്ലേസ് ചെയ്തു. എന്നിട്ട് അറ്റ് ദ എൻഡിൽ എന്ത് ചെയ്തു? ഒരു കണ്ടീഷൻ അവരവിടെ ചോദിക്കുന്നു, കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ? കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 1 എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ എൻ്റർ ചെയ്യാൻ പറഞ്ഞു? 0 എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ബൈയോ എന്നോ അങ്ങനത്തെ ഉള്ള രീതിയിലും ആക്കാം. അതും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് അപ്പോൾ ആദ്യം ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കാൻ എഫ് എന്താണ്? %d നമ്മൾ എന്ത് ഓപ്ഷനാണോ ഇവർ എൻ്റർ ചെയ്യുന്നത്, 1 for yes ആണെങ്കിലും 1 ആണെങ്കിലും 0 ആണെങ്കിലും അത് എവിടെ സ്റ്റോർ ആവും? എക്സിറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ആവും. എന്നിട്ട് എന്ത് ചെയ്യും? അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും അല്ലേ? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എന്താണ്? എക്സിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്തോന്നാണ്? ഇപ്പോൾ 1 ആണ് കൊടുത്തെങ്കിൽ എന്ത് ചെയ്യും? ഇത് വീണ്ടും റിപ്പീറ്റ് ആവും, അല്ലെങ്കിൽ എന്താവും? എക്സിറ്റ് ആവും. ഇനി നമുക്ക് ഇൻ ആക്ഷൻ കാണാം. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അഡിഷൻ ചെയ്യണോ, സബ്ട്രാക്ഷൻ ചെയ്യണോ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണോ, ഡിവിഷൻ ചെയ്യണോ? ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു 2, സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു 3. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 and 3 is 6. എന്നിട്ട് എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചു? ഡു യു വാണ്ട് ടു കണ്ടിന്യൂ 1 for yes ആൻഡ് 0 for no? മുൻപായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 and 3 is 6 എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് അവിടെ വെച്ച് എക്സിക്യൂഷൻ എൻഡ് ആയനെ. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. 1 എന്ന് കൊടുത്തപ്പോൾ അതാ വീണ്ടും മെനു വന്നു. ഓക്കെ, വെൽക്കം ടു മൈ കാൽക്കുലേറ്റർ. അഡിഷൻ ചെയ്യണോ, സബ്ട്രാക്ഷൻ ചെയ്യണോ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണോ, ഡിവിഷൻ ചെയ്യണോ? ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാം? ഇതവണ എനിക്ക് സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു 5, സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു 2. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 3 എന്ന് കിട്ടി. ഇനി എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്യണോ ഇല്ലയോ? ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നില്ലെന്ന് പറയും. അപ്പോൾ എന്ത് കൊടുത്തു? 0 കൊടുത്തു. അപ്പോൾ എന്താവും? പ്രോഗ്രാം അവിടെ വെച്ചിട്ട് എക്സിറ്റ് ആവും.
മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാൽക്കുലേറ്ററിനെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നു. അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? ഒരു ഡു വൈൽ ലൂപ്പ് വെച്ചിട്ട്. ഇതിൻ്റെ അകത്ത് വൈൽ ലൂപ്പും കൊടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ, അഞ്ചാമതൊരു ഓപ്ഷൻ കൊടുക്കാം, printf5 എക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിറ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഒരു ഫ്ലാഗ് എന്ന് പറയുന്ന പുതിയൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുക, ഫ്ലാഗ് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടീഷൻ്റെ അകത്ത് എന്ത് ചെക്ക് ചെയ്യുക, വൈൽ ഫ്ലാഗ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കുന്നിടത്തോളം കാലം റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എക്സിറ്റ് ആണ് പുള്ളി സെലക്ട് ചെയ്യുന്നതെങ്കിൽ കേസിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, കേസ് 5ൻ്റെ അകത്ത് ഫ്ലാഗ് ഈക്വൽ ടു 1 ആയിട്ട് മാറ്റി സെറ്റ് ചെയ്യാം. അത് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്തുതരാം. ഇപ്പോൾ ഡൂവിനെ എടുത്ത് കളയുക, ഇവനെ എടുത്ത് കളയുക. ഓക്കെ ആണേ? ഓക്കെ. ഇനി നമ്മൾ വൈൽ ലൂപ്പ് കൊണ്ടുവരണം. നമുക്ക് ഏത് തൊട്ടാണ് റിപ്പീറ്റ് ചെയ്യാനുള്ളത്? ഈ പുള്ളി തന്നെ തൊട്ടാണ് റിപ്പീറ്റ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, വൈലും ഇവിടെ തന്നെ എഴുതുന്നേ. കണ്ടീഷൻ എന്താണ്? എൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യുക, ഇത് വർക്കാവണമെന്നാണ് കൊടുക്കുന്നത്. ഏത് വർക്കാവണം? ഇത് ഇത്രയും അല്ലേ, കോഡ് മുഴുവൻ വർക്കാവണം. എക്സിറ്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കുന്നിടത്തോളം കാലം. ഇനി എക്സിറ്റിന് ഓൾറെഡി ഇവിടെ വാല്യൂ ഉണ്ടോ? ഞാൻ എക്സിറ്റ് ഇനിഷ്യലൈസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വാല്യൂ ഇല്ല. അപ്പം ഞാൻ ഓൾറെഡി ആദ്യം എന്ത് കൊടുക്കും, എക്സിറ്റ് ഈക്വൽ ടു 0 എന്നും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, വെൽക്കം ടു മൈ കാൽക്കുലേറ്റർ. ഇനി ഇതിൻ്റെ അകത്ത് അഞ്ചാമത് എന്ത് കൊടുക്കും, ഒരു ഓപ്ഷൻ കൊടുക്കും, printf5 എക്സിറ്റ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, എൻ്റർ ചെയ്യുന്ന ഓപ്ഷനിൽ 5 കൂടി ആഡ് ചെയ്തു. അപ്പോൾ യൂസർ 5 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് എങ്ങോട്ട് പോകണം, കേസ് 5ൻ്റെ അകത്തോട്ട് പോകണം. അപ്പോൾ കേസ് 4 വരെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പുതിയൊരു കേസും കൂടി എഴുതാൻ പോവുകയാണ്. ഇവിടെയല്ല, സോറി, കേസ് 5. കേസ് 5ൻ്റെ അകത്ത് ഞാൻ എന്തോ എഴുതുന്നു. ഓക്കെ, ഇത് നല്ലൊരു രീതിയാണ്. printf താങ്ക് യു ഫോർ യൂസിങ് മൈ കാൽക്കുലേറ്റർ. കാരണം നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അല്ലേ സെലക്ട് ചെയ്ത്. അപ്പോൾ എന്താണ്, എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു മെസ്സേജ് താങ്ക് യു ഫോർ യൂസിങ് മൈ കാൽക്കുലേറ്റർ എന്ന് എഴുതി കാണിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എക്സിറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 ആക്കി. എന്നിട്ട് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ അതാ ഈ ബ്രാക്കറ്റ് എത്തും. ഈ ബ്രാക്കറ്റ് ആരുടെയാണ്? വൈൽ ലൂപ്പിൻ്റെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും റിപ്പീറ്റ് ആവുന്നു. ഇപ്പോൾ എക്സിറ്റിൻ്റെ വാല്യൂ എന്തായിട്ട് മാറ്റി, നമ്മൾ 1 ആയിട്ട് മാറ്റി. അപ്പോൾ എക്സിറ്റ് ഈക്വൽ ടു 0 എന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് തെറ്റത്തില്ലേ? അപ്പോൾ കണ്ടീഷൻ തെറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് എക്സിറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ബൈ, അത്രയേ ഉള്ളൂ.